വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11, 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. യേശുവും ബേൽസെബൂലും. അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചുപോകും, അന്തഛിദ്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസെബൂലിനെ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പിതൃന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവന്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരിക്കുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. ഇടുങ്ങിയ മനസ്സും തുറന്ന വായും പരദൂഷണത്തിന് നിദാനം. എവിടെയൊക്കെ ഇടുങ്ങിയ മനസ്സും തുറന്ന വായുമുണ്ടോ അവിടെയൊക്കെ പരദൂഷണം ഒരു പലഹാരമായി ആസ്വദിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഇടുങ്ങിയ മനസ്സിൽ അസൂയ മുളപൊട്ടും. അസൂയ അസ്വസ്ഥതയ്ക്ക് ജന്മം കൊടുക്കും. അസ്വസ്ഥത അസഹിഷ്ണുത വ്യക്തിയിലുണ്ടാക്കും. ഈ അസഹിഷ്ണുത തീവ്രമാകുമ്പോൾ പരദൂഷണമാകുന്ന മാരകായുധം കൊണ്ട് തേജോവധമാകുന്ന കൊലപാതകത്തിനു വേണ്ടി മനുഷ്യൻ തയ്യാറാകുക എന്നുള്ളതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലെ ഇത്തരത്തിലുള്ള ഒരു തേജോവധ പ്രക്രിയയുടെ അവതരണം നമുക്ക് കണ്ടുമുട്ടാവുന്നതാണ്. യേശുവിനെ സന്ദർശിക്കാനെത്തിയ ആ ജനക്കൂട്ടത്തിൽ മൂകനും ബധിരനുമായിട്ടുള്ള ഒരു മനുഷ്യൻ യേശുവിന്റെ അനുകമ്പ പിടിച്ചു പറ്റാനിട വന്നു. ആ മനുഷ്യന്റെ സ്ഥിതിവിശേഷം കണ്ട് മനസ്സിൽ അലിവ് തോന്നിയ യേശു അത്ഭുതകരമായ രീതിയിൽ അവനെ സുഖപ്പെടുത്തുന്നു. അവന്റെ വായ് തുറക്കുന്നു, അവന്റെ ചെവി തുറക്കുന്നു, അവൻ സുഖമായിട്ട് സംസാരിക്കാനും കേൾക്കാനും തുടങ്ങുന്നു. ഇതിന് സാക്ഷ്യം വഹിച്ച ഇത് കണ്ടുകൊണ്ടിരുന്ന ജനക്കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷം പേരും വിസ്മയിക്കുകയും യേശുവിനോട് ആദരവും മതിപ്പും പ്രകടിപ്പിക്കുകയും ചെയ്തു എന്ന് വരികിലും ഒരു ചെറിയ കൂട്ടം നിശ്ചിത താല്പര്യക്കാരായിട്ടുള്ള അവർ ഇത് കണ്ടിട്ട് യഥാർത്ഥത്തിൽ അവരെ മനസ്സിലേക്ക് കയറി വന്നത് അസഹിഷ്ണുതയാണ്. ആ പാവപ്പെട്ട മനുഷ്യനെ സൗഖ്യം പ്രദാനം ചെയ്യുന്നത് കണ്ട് അസ്വസ്ഥരായ ആ നിക്ഷിപ്ത താല്പര്യക്കാർ അസൂയ കൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന അസഹിഷ്ണുത കാരണത്താൽ പരദൂഷണമാകുന്ന മാരകായുധം എടുത്ത് തേജോവധമാകുന്ന കൊലപാതകത്തിന് തുനിയുന്നതായിട്ടാണ് നാം കാണുന്നത്. അവർ പറയുന്നു, യേശു ഈ രോഗശാന്തി നൽകിയത് പിശാചിന്റെ ശക്തി ആവാഹിച്ചുകൊണ്ടാണ്. പിശാചിന്റെ ശക്തിയാലാണ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ഒരു ദുർമന്ത്രവാദിയാണ്. ഇങ്ങനെ പറയുമ്പോൾ യേശുവിൽ വിശ്വാസവും യേശുവിനോട് മതിപ്പും തോന്നിയ വ്യക്തികൾക്ക് അതൃപ്തിയും വിരോധവും തോന്നാൻ ഇടവരും. അതിനുവേണ്ടി കൂടെ തന്നെ ആയിരിക്കണം ഇവർ ഈ തേജോവധ പ്രക്രിയയ്ക്ക് വേണ്ടി തുനിഞ്ഞത്. ഇവരുടേതായിട്ടുള്ള വക്രബുദ്ധിയും കൗശലവും നിശ്ചിത താല്പര്യവും സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ടുപോലും
ഇവർ നടത്തുന്ന ഈ പരദൂഷണത്തിൽ മനസ്സ് വേദനിച്ചുകൊണ്ട് യേശു അവരെ യുക്തിഭദ്രമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കുന്നതായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണാൻ ഇടവരുന്നത്. യേശുവിന്റെ വാക്കുകൾ തന്നെ ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ശ്രദ്ധിക്കാം.